147 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വചനം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. 2 കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 1, നിന്റെ മുറിവുകളെ കെട്ടും. 2, നിന്നെ സൗഖ്യമാക്കും. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിലും ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ആർക്കും ഉണക്കുവാൻ കഴിയാത്ത മുറിവ് നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വീണെങ്കിൽ ആ മുറിവുകളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഇവിടെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശാരീരിക സൗഖ്യം പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആന്തരിക സൗഖ്യം. മാനസിക നിലയുടെ താളം തെറ്റി മാനസിക തലം ബന്ധിക്കപ്പെട്ട് മാനസിക തലത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. വർഷങ്ങളായി ആ മനുഷ്യൻ ചിരിച്ചിട്ടില്ല, സന്തോഷിച്ചിട്ടില്ല. എന്നും ദുഃഖവും മുറിവും തകർന്ന ഹൃദയവുമായി നടക്കുകയാണ്. ഞാൻ ആ മനുഷ്യനോട് അല്പസമയം കർത്താവിന്റെ വചനം പറഞ്ഞ് ദൈവവചനത്താൽ അവനെ പോഷിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറാൻ തുടങ്ങി. സ്നേഹിത, ഒരു കാര്യം നിങ്ങളോട് പറയാം. എത്ര വലിയ മുറിവ് നിനക്ക് വീണിട്ടുണ്ടെങ്കിലും, അത് ബന്ധുക്കളിൽ നിന്നാകട്ടെ, സ്നേഹിതരിൽ നിന്നാകട്ടെ, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ആകട്ടെ, എത്ര വലിയ മുറിവ് നിനക്ക് വീണെങ്കിലും ഇന്ന് പകൽ ആ മുറിവിനെ ഉണക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അവന്റെ പേര് യേശു. നല്ല ശമരിയാക്കാരന്റെ ചരിത്രം ബൈബിളിൽ പഠിക്കുമ്പോൾ മുറിവേറ്റു വഴിയിൽ കിടക്കുന്ന അർദ്ധപ്രാണനായ മനുഷ്യന് എണ്ണയും വീഞ്ഞും പകർന്നവന്റെ മുറിവിനെ ഉണക്കി അവനെ എടുത്ത് അടുത്ത ചികിത്സാ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. എന്താണ് ഇവിടുത്തെ സന്ദേശം? ഈ ദിവസങ്ങളിൽ നിനക്കൊരു സൗഖ്യം നടക്കുക. ഒരിക്കലും മാറാത്ത മാരക രോഗം ഒരു വൃക്ഷത്തെ കാട്ടുവള്ളി ചുറ്റുന്ന പോലെ നിന്നെ ചുറ്റി വലിയുമ്പോൾ സകല രോഗങ്ങളുടെ മേലും ജയം തരാൻ കഴിവുള്ള യേശു ആ പൊന്നുകരം നീട്ടി നിന്നെ സൗഖ്യമാക്കും. വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ ശബ്ദമാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അത്ഭുതകരമായ ഒരു സൗഖ്യം കർത്താവ് തരട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗമുള്ള ഭാഗത്തേക്ക് നീ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അമ്മേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. മനം തകർന്നവരെ സൗഖ്യമാക്കാമെന്നും മുറിവുകളെ കെട്ടാമെന്നും പറഞ്ഞല്ലോ. നിന്റെ മക്കളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സകലവിധ രോഗ ആത്മാവിനെയും രോഗശക്തിയെയും രോഗബന്ധനങ്ങളെയും ഈ ശരീരത്ത് നിന്ന് പ്രാർത്ഥനയിൽ നീങ്ങിപ്പോകട്ടെന്ന് കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ കർത്താവേ. അവിടുത്തെ പൊന്നുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു നിശ്ചയം നിന്നെ സൗഖ്യമാക്കും. ഗോഡ് ബ്ലെസ് യു.